ഇനി ഇതിലും കൂടുതൽ എന്താണ് ഒരു രാജ്യത്തിന് അഭിമാനിക്കാൻ വേണ്ടി കിട്ടാനുള്ളത്? അതെ, ലോകത്തെ നടുക്കിയ അല്ലെങ്കിൽ ലോക നേതാക്കളെ പോലും നടുക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന എസ്റ്റിൻ ഫയലിൽ നമ്മുടെ 56 ഇഞ്ചും ഇടം പിടിച്ചിട്ടുണ്ട്. അതെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതെ, നൊബേൽ സമ്മാനത്തിനാണല്ലോ മത്സരിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? എന്താ പറയുക, രാജ്യത്തിന് തന്നെ അപമാനമായിട്ട് മാറിയിരിക്കുകയാണ്. രാജ്യമെങ്ങും അലയടിക്കുകയാണ് മോഡിക്കെതിരെയുള്ള പ്രതിഷേധം, അതേപോലെ തന്നെ ലോകരാജ്യങ്ങളിലും മൊത്തത്തിലും. അപ്പോൾ എന്താണ് ഈ എസ്റ്റിൻ ഫയൽ എന്നറിയാത്തവർ ചോദിക്കുന്നുണ്ടാവും എന്താണെന്ന്. എസ്റ്റിൻ ഫയൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ജെഫ്രി എസ്റ്റിൻ എന്ന് പറയുന്ന ഒരു നാരി അങ്ങ് അമേരിക്കയിൽ ഒരു ദ്വീപിൽ ചെറിയ 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വലിയ ബിസിനസ്സുകാർക്കും ലോകരാജ്യക്കാർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, ഇയോൺ മാസ്കിൻ, അതേപോലെ തന്നെ ചാവാൻ കിടക്കുന്ന പാരസെറ്റായി കിടക്കുന്ന ഒരു നാറിയുണ്ടല്ലോ അവനടക്കം, ലോക കോടീശ്വരനായ ബിൽഗേറ്റ്സൺ, എന്തിനു പറയുന്ന ഇപ്പം നമ്മുടെ അനിലംബാനിയാണോ, അനിലംബാനി, അവനടക്കമുള്ളവരൊക്കെ ഈ ലിസ്റ്റിൽ പെടുന്നെന്നാണ് പറയുന്നത്. ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ 56 ഇഞ്ചും ആ റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അതിൻ്റെ വീഡിയോസുകളും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം എന്താണത് എസ്റ്റിൻ ഫയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട പിഞ്ചു മക്കളെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു ക്രൂരതയ്ക്ക് ചെറിയ പിഞ്ചു മക്കളെ 3 വയസ്സും 4 വയസ്സും 15 വയസ്സിന് താഴ്പോട്ടുള്ള പിഞ്ചു മക്കളെ കൊണ്ടുപോയി ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിച്ചിട്ട് ചുട്ടു കൊല്ലുന്ന ക്രൂരമായ വിനോദം, അത് ചുട്ടുകൊന്ന് ആഹാരമാക്കി കഴിക്കുന്ന ക്രൂരമായ വിനോദം. അതിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലോകത്തിന് ഇതിലും വലിയൊരു അപമാനം വേറെ ഇല്ല. അതേപോലെ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരാഴ്ചക്കുള്ളിൽ 800ഓളം ആൾക്കാരെയാണ് ഡൽഹിയിൽ നിന്ന് കാണാതായിട്ടുള്ളത്. ഈ 800ലും സ്ത്രീകളാണ്. 500-ന് മേലെ സ്ത്രീകളും ബാക്കി കുട്ടികളുമാണ് കാണാതായിട്ടുള്ളത്. എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, വീട്ടിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക്. നമ്മളെ മക്കളെ സ്കൂളിൽ വിടുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുണ്ടാവണം, നമ്മുടെ മക്കളെ കടയിൽ വിടുന്നെങ്കിൽ നിങ്ങളെ കണ്ണുണ്ടാവണം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കരുതിയിരിക്കുക, കാരണം കാലന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ മക്കളുടെ കരുതലിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണ് സത്യാവസ്ഥയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്ത്യൻ അത് തള്ളിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും അത് തള്ളുമല്ലോ, നമുക്കറിയാമല്ലോ, സ്വാഭാവികമാണ്. എന്തായാലും ഒന്നും പറയാനില്ല. ക്രൂരതകളാണ് നടന്നത്. കണ്ണ് നിറയുന്ന, മനസ്സ് മരവിച്ചു പോകുന്ന ചെറിയ മക്കളോട്, പിഞ്ചു മക്കളോട് പോലും ചില നായിൻ്റെ മക്കൾ കാണിക്കുന്ന ക്രൂരമായ വിനോദങ്ങളാണ്. അത് ചെയ്തിട്ട് അവസാനം കൊല്ലുകയാണ്. കൊന്നിട്ട് ഷവർമ കമ്പി കോർത്ത് കറക്കി അതിനെ തിന്നുകയാണ് ആഹാരമാക്കി. അതാണ് ക്രൂര വിനോദം. വല്ലാത്തൊരു കഥയാണ് മക്കളെ, ഒന്നും പറയാനില്ല. ലോകരാജ്യങ്ങൾ പോലും ഇപ്പം ഞെട്ടലാണ്. പ്രത്യേകിച്ച് GCC രാജ്യമായ സൗദി അറേബ്യയുടെ രാജാവ് പോലും ഉണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. ഒന്നും പറയാനില്ല, വല്ലാത്തൊരു കഥ തന്നെ. നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തോളി.